അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് ഏറ്റവും ബെസ്റ്റ് ടീം ഒന്ന് ബ്രസീലാണ്. ബ്രസീലിന് ഇപ്പോൾ ഡിഫൻസിലും മിഡ്ഫീൽഡിലൊക്കെ നമുക്ക് പലതരം കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ ബാക്കിന്റെ പ്രശ്നങ്ങളുണ്ട്, ഒരു വലിയൊരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറെ ചോദ്യമുണ്ട്, പ്രത്യേകിച്ച് നെയ്മറൊക്കെ പരിക്കാൻ സാധ്യത. പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. കാരണം റഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ 2 ബാലൻഡിയോർ കണ്ടന്റേഴ്സ് ആണുള്ളത്. പിന്നെ ഞാൻ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് നോക്കുന്ന ഒരു പ്ലെയർ മത്തേയൂസ് കുഞ്ഞയാണ്. കാരണം നമ്മൾ പ്രീമിയർ ലീഗ് കാണുന്ന ഒരാളെ സംബന്ധിച്ച് മത്തേയൂസ് കുഞ്ഞ ഒരു ആവേശമാണ്. യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര. ഇത് മാത്രമല്ല ഒരു ബ്രസീലിയൻ ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു പ്ലെയർ. റയാനും ഭയങ്കര ബോൾ റയാനല്ല, കുഞ്ഞയും ഭയങ്കര ബോൾ കൺട്രോൾ ആണ്. ഒരുപാട് കാലിൽ ബോൾ വെച്ചിട്ട് ഒരുപാട് മൂവിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മത്തേയൂസ് കുഞ്ഞ. പക്ഷേ എനിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മത്തേയൂസ് കുഞ്ഞ ഇനിയിപ്പോൾ ഈ യുണൈറ്റഡിൻ്റെ കാര്യം പറഞ്ഞു. യുണൈറ്റഡിൽ കുഞ്ഞ് കളിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 10 പൊസിഷനിലാണ്. എംബ്യൂമോനെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തിട്ടാണ് പലപ്പോഴും കളിക്കാറുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇപ്പോൾ എന്തായാലും മൊറോക്കോക്കെതിരെ നെയ്മർ ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നെയ്മറിനെ ആൻസ്ലോട്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് നെയ്മറും ഈ നമ്പർ 10 ആണ്, ആൻഡ് കൂനിയും ഒരു നമ്പർ 10 പൊസിഷനിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇവരെ 2 പേരെയും ആൻസ്ലോട്ടി ഒരുമിച്ചിറക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ 2 പേരെയും ആൻസ്ലോട്ടി യൂട്ടിലൈസ് ചെയ്യുക? ഏറ്റവും നല്ല കളിക്കാർക്ക് ഫ്രണ്ട് ലൈനിൽ ഏത് പൊസിഷനും കളിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് സ്വിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് മിക്ക കളിക്കാർക്ക്. ഒരു പ്രോപ്പർ നമ്പർ 9 എന്നുള്ള പ്രോപ്പർ നമ്പർ 9 ശരിക്കും ഇപ്പം അവർക്കുള്ളത് ഈഗോ തിയാഗോ ആണ്. ആ ഫിസിക്കാലിറ്റിയും ഒക്കെ ഉള്ള ഒരിത് ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് കുറച്ച് ഫിസിക്കലായിട്ടുള്ള ടീംസിനെതിരെ, ഇപ്പോൾ സ്കോട്ട്ലൻഡിനെതിരെയൊക്കെ എന്തായാലും ഒരു ഈഗോ തിയാഗോനെ കളിപ്പിക്കും.